പാപമെല്ലാം പോക്കിടും, ശാപമെല്ലാം നീക്കിടും, അടിപ്പീണേലാൽ സൗഖ്യം നൽകും, ചിറകിൻ കീഴിൽ സൂക്ഷിക്കും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. രാവിലും പകലിലും ചേലൊടു തൻ പാലനം, ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ട് താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. അതെ, യേശു നല്ലവനാണ്. അതെന്നൊക്കെയാ? ഇന്നലെയും ഇന്നും എന്നേക്കും. അവൻ നമ്മുടെ പാപമെല്ലാം പോക്കിടും, നമ്മുടെ ശാപമെല്ലാം നീക്കി, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നൽകി, ചിറകിൻ്റെ മറവിൽ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് നമുക്ക് പാടുവാൻ കഴിയും, എന്നും യേശു നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യേശു എന്നും നല്ലവനാണ്. കർത്താവിനെ സ്നേഹിപ്പാൻ, അവൻ്റെ കൃപ, അവൻ്റെ നന്മ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. ശിക്ഷയും ശാസനയും എല്ലാ മനുഷ്യർക്കും, എല്ലാ മക്കൾക്കും ആവശ്യമാണ്. ശിക്ഷയും ശാസനവും ഇല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും വളർച്ച ഉണ്ടാകുകയില്ല. അതല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആവശ്യമാണ്. നീ വിശ്വാസത്തിൽ എത്ര വളർന്നാലും, ദൈവത്തിന് സ്തോത്രം, ഇനി വിശ്വാസത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തി എന്നൊരു പക്ഷേ അഭിപ്രായപ്പെടുവാൻ കഴിഞ്ഞാലും ഇപ്പോഴും ശിക്ഷയും ശാസനവും ആവശ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? നാം മക്കളാണെങ്കിൽ തീർച്ചയായും ശിക്ഷണത്തിന് അർഹരാണ്. മക്കൾ അവകാശികളാണ് എന്ന് നാം വായിക്കുന്നത് പോലെ തന്നെ അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ദൈവം നമ്മെ എങ്ങനെ ശിക്ഷിക്കുന്നത്? ദൈവം കരുണയില്ലാത്തവനാണോ? അല്ല. നാം നിത്യതയിൽ ചെല്ലുവാൻ ഉള്ളവരാണ്.
ശരിയായ ജീവിതം കർത്താവിനോട് കൂടെ ഉള്ളതാണ്. അപ്പോൾ ഭൂമിയിലെ ജീവിതം നമ്മുടെ ശൈശവമാണ്, നമ്മുടെ ബാല്യമാണ്. ഈ ബാല്യകാലത്തിൽ നാം ജീവിക്കുന്നതിനാവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്ക് നൽകും. അപ്പോൾ തന്നെ അവൻ നമ്മെ ശിക്ഷിച്ചും അവൻ നമ്മെ ശാസിച്ചും തൻ്റെ ഹിതത്തിന് വേണ്ടി കീഴ്പ്പെടുത്തി ഭൂമിയിൽ നമ്മെ ഒരുക്കിയെടുക്കും. നിത്യതയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നിന്നെ ഇവിടെ വെച്ച് ഒരുക്കുകയാണ്. ദൈവം ഇതിലെ ഭൂമിയിലെ നിൻ്റെ ആയുസ് നിത്യതയുടെ വെളിച്ചത്തിൽ നോക്കിയാൽ ഒരു ശൈശവകാലം മാത്രമാണ്. നിൻ്റെ ശൈശവകാലത്ത് പിതാവിൻ്റെ ശിക്ഷണം കൂടിയെങ്കിലേ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് ഈ ഭൂമിയിൽ നാം ബാലശിക്ഷ ആവശ്യമാണ്. ഭൂമി നമ്മുടെ ബാല്യകാലമാണ്. നിത്യതയെ അപേക്ഷിച്ച് നോക്കിയാൽ അപ്പോൾ അവൻ നമ്മെ വളർത്തും, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കും. രണ്ടാമത്, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ശാസന ഒരു ദണ്ഡനമോ ശിക്ഷാവിധിയോ അല്ല. ദൈവത്തിന് സ്തോത്രം. അത് നാം മനസ്സിലാക്കണം. അതൊരു ദണ്ഡനമല്ല, അതൊരു ശിക്ഷാവിധിയുമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ നേരെയുള്ള പാതയിലേക്ക് നടത്തുവാൻ വേണ്ടി ദൈവം നമ്മോട് അടുക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഷ്ടതയിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചെയ്തു പോയ കുറ്റത്തിനുള്ള വെറും ശിക്ഷയല്ല ദൈവം നമുക്ക് നൽകുന്ന ഒരു ശാസനയും. ദൈവത്തിന് സ്തോത്രം. നാം തെറ്റ് ചെയ്തു പോയിട്ടല്ല, നാം തെറ്റ് ചെയ്തത് കൊണ്ട് നമ്മെ ശിക്ഷിക്കുകയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വന്ന കുറവുകൾ, എനിക്ക് വന്ന രോഗങ്ങൾ, എനിക്ക് വന്ന ശിക്ഷകളൊക്കെ എൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കണ്ട. നീ ചെയ്തതിൻ്റെ നീ ചെയ്തതിൻ്റെ കുറ്റമാണ് നീ അനുഭവിക്കുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ നിരാശപ്പെടുകയും വേണ്ട. യോബിനെ തൻ്റെ സ്നേഹിതന്മാർ ഒത്തിരി പഠിക്കുകയും ദുഷിക്കുകയൊക്കെ ചെയ്തു. അവന് ഒരു നിരാശയും തോന്നിയില്ല. ദൈവത്തിന് സ്തോത്രം. അവർ പഠിക്കുകയും ദുഷിക്കുകയും ചെയ്തപ്പോൾ അവനുള്ള പ്രത്യാശയും ധൈര്യവും വർദ്ധിക്കുകയും ചെയ്യുകയായിരുന്നു. എന്താണ് യോബ് പറഞ്ഞത്? നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുന്ന ദൈവത്തോട് പറഞ്ഞു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണുമെന്ന് യോബ് തുറന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷ വെറും ശിക്ഷയല്ല. ദൈവം നമുക്ക് നൽകുന്നത് ഒരു ശാസനയുമല്ല. നാം നന്നാകുവാൻ നൽകുന്ന ശിക്ഷകളാണവ. ദൈവത്തിന് സ്തോത്രം. നാം നന്നായി വരാനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നന്നാക്കിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടല്ല. നമ്മെ ചുവയുള്ള ആടിനെ പറ്റി നാം ചിന്തിച്ചാൽ, ആട് വഴിതെറ്റി പോകുമ്പോൾ ഇടയൻ തൻ്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് അതിനെ അടിക്കും. അത് നശിക്കാനല്ല, നന്നായി വരാനാ, നേരെയുള്ള പാതയിൽ പോകാനാ. ദൈവത്തിന് സ്തോത്രം. ദൈവവേദലേ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദന, ശിക്ഷ, നീ ചൊവ്വയുള്ള പാതയിൽ നടന്നു വരുവാൻ ദൈവം നിനക്ക് നൽകുന്ന പുതിയ പാതകളാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? അവൻ ശിക്ഷിച്ചത് കുറേ കാലം ഞങ്ങൾക്ക് ബോധിച്ച പ്രകാരമത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്
നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. മാതാപിതാക്കൾ താങ്കൾക്ക് ബോധിച്ചതുപോലെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും. ഇല്ലേ, ഉത്തരവാദിത്വമൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ അടിക്കും. കുഞ്ഞുങ്ങളെ പലരും അടിക്കുന്നത് ദേഷ്യം വരുമ്പോഴാണ്. ദേഷ്യം തീർക്കാൻ വേണ്ടി അടിക്കും. പലപ്പോഴും അത് ഒത്തിരി ദുരിതമായി പോയിട്ടുണ്ട്. ഒരിക്കലും മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ദേഷ്യം തീർക്കാനായിട്ട് അടിക്കരുത്. ദേഷ്യമുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കുകയേ ചെയ്യരുത്. പിന്നെന്ത് ചെയ്യണം? നമുക്ക് ദേഷ്യപ്പെടാനേ കഴിയില്ലല്ലോ, നാം ദൈവമക്കളല്ലേ. കോപിക്കുന്നവൻ പാപം ചെയ്യുന്നതാണ്. കോപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അടിക്കരുത്. കോപമെല്ലാം മാറി. കോപിക്കാനേ പാടില്ല. കോപമെല്ലാം ശാന്തമാകും. മനുഷ്യപ്രകൃതിയിൽ ഒരു പക്ഷേ കോപിച്ചു പോയാലും പെട്ടെന്ന് ഓർക്കണം, ഞാൻ ദൈവപൈതലാണ്, കുഞ്ഞെൻ്റേതാണ്, ഞാൻ കോപിക്കാൻ പാടില്ല. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. നാം ചെയ്ത പല തെറ്റിനും ദൈവം കോപിച്ച ഉടനെ നമ്മെ ശിക്ഷിച്ചാൽ നമ്മൾ ബാക്കി കാണത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ നാം ശിക്ഷിക്കുന്നത് കോപിച്ചിരിക്കുമ്പോഴല്ല. കോപമെല്ലാം മാറി ശാന്തമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിക്കണം. വിളിച്ചിട്ട് കൈ നീട്ടി, മക്കളെ ഇതെന്തിനാ അടിക്കുന്നതെന്നറിയാവോ? നീ ആ തെറ്റ് ചെയ്തത് കൊണ്ടാ എന്ന് പറഞ്ഞ് കൈ നീട്ടി ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളെ അടിക്കണം. അശ്രദ്ധയായി വലിച്ച് വീക്കിക്കളയരുത്. സ്നേഹത്തോടെ പറഞ്ഞിട്ട് തെറ്റ് മനസ്സിലാക്കി അടിക്കണം. അടിച്ചതിന് ശേഷം വീണ്ടും അടുത്ത് വിളിക്കണം. വിളിച്ചിട്ട് പറയണം, മക്കളെ ഞാൻ അടിച്ചത് ദേഷ്യപ്പെട്ടിട്ടല്ല, മക്കൾ ചെയ്ത കുറവുകൊണ്ടാണ്, തെറ്റുകൊണ്ടാണ്. എന്നിട്ട് പപ്പായ്ക്ക് അല്ലെങ്കിൽ മമ്മിക്ക് യാതൊരു വിരോധവും കുഞ്ഞിനോടില്ല എന്ന് പറഞ്ഞാൽ അടിയുടെ വേദനയുമുണ്ട്, സ്നേഹത്തിൻ്റെ തലോടലുമുണ്ട്. കുഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്തു പോവുകയില്ല. അതാണ് മാതാപിതാക്കളുടെ ഇവിടെ എബ്രാഹിം പറയുന്നത്. അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. മനുഷ്യരുടെ കാര്യമാണ്. അവനോ, അതായത് ദൈവം, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. എന്തൊരത്ഭുതം! ശിക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഗുണത്തിനായിട്ടാണ്. ദൈവത്തിന് പലപ്പോഴും മാതാപിതാക്കൾ ശിക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, ഇഷ്ടമില്ല ഞാൻ പറയും. പക്ഷേ അപ്പനോടോ അമ്മയോടോ ചോദിച്ചപ്പോൾ അവരുടെ ഗുണത്തിനായിട്ടാണ് ഞാൻ അടിച്ചത്. ദൈവത്തിന് സ്തോത്രം. അടി കൊണ്ടിട്ട് കുഞ്ഞുങ്ങൾ ചിലപ്പം ആരുടെയും പരാതി പറയാൻ മുതിർന്നവരോട്, വലിയപ്പച്ചനോടോ വലിയമ്മച്ചയോടോ അടുത്ത് ചെന്ന് പറയും, എന്നെ അടിച്ചു. ഉടനെ അപ്പനും അമ്മയും പറയും, മക്കളെ നിന്നെ അടിച്ചത് നിൻ്റെ പപ്പ ഇല്ലയോ, അല്ലെ നിൻ്റെ മമ്മി ഇല്ലയോ, അത് നിൻ്റെ ഗുണത്തിനായിട്ടാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ആദ്യം ചിലപ്പം ഒന്ന് ശാസിക്കും, എന്തിനാടാ കൊച്ചിനെ അടിച്ചതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവളെ ചെവി പറയാം, അല്ലെ അവൻ്റെ ചെവി പറയാം, മക്കളെ അടിച്ചത് മക്കളുടെ ഗുണത്തിനായിട്ടല്ലേ, എൻ്റെ ഗുണത്തിനായിട്ടൊന്നും അല്ല, എന്നെ ഇങ്ങനെയാണോ അടിക്കുന്നത്? അല്ല മോളെ, അല്ല മോനെ, വേദന തോന്നിയാലും അത് മോൻ്റെ അല്ലെങ്കിൽ മോളുടെ ഗുണത്തിനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ അടിക്കുന്നത് ഗുണത്തിനായിട്ടൊക്കെയാണ്. പക്ഷേ അതിലുപരിയായി ദൈവം ശിക്ഷിക്കുന്നത് എന്തിനാണ്? ഇവിടെ നാം വായിച്ചത് 10-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിച്ചത് എന്താണ്? അവനോ, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനോ? ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. നാം പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ അജ്ഞാത കാലങ്ങളെ മറന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം കാണാമല്ലോ. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവം വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ദൈവത്തിൻ്റെ പ്രത്യേകത. പഴയ നിയമകാലത്ത് ദൈവം തൻ്റെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാ,
ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ലേവ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ നിങ്ങളെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. നോർമലി വിശുദ്ധരാകാൻ കഴിയത്തില്ല. അശുദ്ധിയായ പ്രകൃതമാണ് മനുഷ്യനുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ലേവ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നത് നിങ്ങളെ വിശുദ്ധീകരിച്ച്, ലേവ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. എങ്ങനെ വിശുദ്ധരാകണം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാകണം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് നിങ്ങളെ വിശുദ്ധരാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ അശുദ്ധമുള്ള പ്രകൃതത്തിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം, അശുദ്ധിയുള്ള ഈ ലോകത്ത് നിന്ന് നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നല്ലോ, അവൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധി. ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിക്കണം. തിമോഥെയോസ് ലേഖനത്തിൽ ഞാൻ വായിക്കുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണണം. അപ്പോൾ കർത്താവിനെ കാണണം, ദൈവസാന്നിധ്യം അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ നാം ശുദ്ധീകരണം പ്രാപിക്കണം. അത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവകുഞ്ഞാൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരിക്കണം. അതെങ്ങനെയാണ്? പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വരുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, പഴയകാലത്തെ മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ എഴുതിയിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. പഴയ കാലത്തെ പോലെ അല്ല. അത് മാതൃകയാക്കരുത്. ഇപ്പോൾ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തോണം, ദൈവം വിശുദ്ധനായതുകൊണ്ട് നാം അതുപോലെ ആകാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. അനുസരണമുള്ള മക്കളായി. കണ്ടോ, ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? എബ്രായ ലേഖനത്തിൽ പറയുന്നത് അവൻ്റെ വിശുദ്ധിയിലേക്ക് വരുവാൻ. അവൻ്റെ വിശുദ്ധിയിലേക്ക് വരുവാൻ നമ്മെ ശിക്ഷിക്കുമ്പോൾ പത്രോസ് പറയുന്നു അനുസരണമുള്ള മക്കളായി വരുവാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുസരണമുള്ളവരാക്കി തൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. 119-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദൈവത്തിന് സ്തോത്രം. അതിപ്പോൾ പറയുന്നത് എങ്ങനെയാ? നിൻ്റെ ചട്ടങ്ങളെ ഞാൻ പഠിക്കുവാൻ തക്കവണ്ണം കഷ്ടത്തിലായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടത്തിലായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ ആയിരുന്നു. 119-ൻ്റെ 71-ാം വാക്യം, 119 സങ്കീർത്തനത്തിൻ്റെ 71-ാം വാക്യം, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അപ്പോൾ ഇപ്പം കഷ്ടതയിലാണോ? അല്ല, നേരത്തെ കഷ്ടതയിലായിരുന്നു. അതെന്തിനായിരുന്നു? ഇപ്പം കഷ്ടതയില്ല. നേരത്തെ കഷ്ടതയിലായിരുന്നത് ചട്ടങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവം നമ്മെ തൻ്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, അനുസരണമുള്ള മക്കളാകുവാൻ നമ്മളെ കഷ്ടതയുടെ
തീച്ചൂളയിലൂടെ കടത്തിവിടും. അത് അന്നൊരു പക്ഷേ അത് മനസ്സിലാകത്തില്ല. അന്ന് ചിലപ്പോൾ വേദന തോന്നും, അന്ന് ചിലപ്പം സങ്കടം തോന്നും, അന്ന് ചിലപ്പം നിരാശയും തോന്നിയെന്നിരിക്കാം. ദാവീദിന് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതിപ്പം 119 സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത്. അന്ന് ഗുണമാണെന്ന് തോന്നിയില്ല, വേദന തോന്നി, കരഞ്ഞു കാണും. ഇപ്പം പറയുന്നത് അന്ന് ആയിരുന്നത് എനിക്കിപ്പോൾ ഗുണമായി. ആ കഷ്ടതയൊക്കെ ദാവീദ് ഇപ്പം നോക്കുക. ഇപ്പം കഷ്ടതയൊക്കെ മാറി, ഇപ്പം വേദനയൊക്കെ മാറി, ഇപ്പം ഗുണമാണ് എന്ന് അന്നത്തേക്ക് നോക്കുമ്പോൾ, അങ്ങോട്ട് കഴിഞ്ഞ കാലങ്ങളിലേക്ക് എത്തി നോക്കിയപ്പോൾ ദാവീദിന് മനസ്സിലായി, അന്ന് ഞാൻ കഷ്ടതയിൽ കൂടെ പോയത് ഇന്ന് എനിക്ക് ഗുണമായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദാവീദ് തൻ്റെ അനുഭവം എടുത്തു പറയുക. അത് എബ്രായലേഖനം 11-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ, അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം, നീതി എന്ന സമാധാനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമാണ്. എന്നാൽ അതിനാൽ അഭ്യാസം വന്നു, അത് ശീലിച്ചു. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, അങ്ങനെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കി കഷ്ടത ശീലിച്ചു. അത് അഭ്യാസം വന്നു. ദൈവത്തിന് സ്തോത്രം. അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ അതിൽ അഭ്യാസം വന്നു. ദാവീദ് അതാ പറയുന്നത്, നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയിൽ ഭയങ്കരനായ കർത്താവ്, ദൈവത്തിന് സ്തോത്രം. നാം അവൻ്റെ വിശുദ്ധി, യേശുവെ പോലെ അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ, ദൈവത്തിന് സ്തോത്രം, അതിനുവേണ്ടി നമ്മെ ചിലപ്പോൾ ശിക്ഷിക്കും, നമുക്ക് കൊച്ചു ശാസന നൽകും. മറ്റൊന്നിനുമല്ല, അവനെ പോലെ ആകുവാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ കരങ്കീഴിൽ താണിരിക്കാം. അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിരാശപ്പെടരുത്. കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കഷ്ടതയിൽ നിന്ന് ഒരു വിടുതലുണ്ടാകും. അവൻ നമ്മെ ചിലപ്പോൾ പരിശോധനയോടെ നടത്തിയാലും അവൻ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത്. നിരാശപ്പെടാതെ കർത്താവിനോട് ചേർന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ പോലെ ആകുവാൻ, അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ
മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ശിക്ഷകളെ പലപ്പോഴും വേദനകരമാണോ എന്ന് തോന്നാറുണ്ട്. നിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിന്നെപ്പോലെ ആകുവാൻ, നിൻ്റെ ശിക്ഷ നിരസിക്കാതെ വിശുദ്ധിയിലേക്ക് വരുവാനുള്ള മാർഗമെന്ന് കരുതി കർത്താവിനോട് ചേർന്നിരിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ. നിൻ്റെ മക്കളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. വിവിധ വിഷയങ്ങളിൽ മനസ്സ് നേർന്ന നിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് വചനമയച്ച് വിടുതൽ നൽകിയാട്ടെ. സൗഖ്യം നൽകണമേ, ആശ്വസിപ്പിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നൽകണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.